അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 50,000 60,000 രൂപയാണ് മേക്കപ്പിന് ചെലവാക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാൻ പണമില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ ഒരു പോസ്റ്റർ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. 850 കുട്ടികളുടെ വിവാഹം പാടന്തറ ദേവർശല ഉസ്താദ് പാടന്തറ മർക്കസിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞ സംഭവമാണ്. ദേവർശല ഉസ്താദിന്റെ ശിഷ്യനാണ് എന്നെ പഠിപ്പിച്ച ഉസ്താദ്. ഉസ്താദ് പറയാറുണ്ട്, അവിടേക്ക് വരുന്ന ഇനിയും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് കത്ത് കൊടുക്കണം. സ്വന്തം മകളെ കല്യാണം അങ്ങനെ നടത്താൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരു പിതാവ് അത്രയും കഷ്ടപ്പെട്ടിട്ടാവുമല്ലോ. അപ്പോൾ മാത്രമല്ല, വിവാഹം എന്ന സ്വപ്നം അവിടെ വരുന്നവർക്ക് വിദൂരമാണ്. അതായത് നീലഗിരി മേഖലയിലുള്ള അത്തരം തേയിലത്തോട്ടങ്ങളിൽ കൃഷിയിലും അത് ഭയങ്കര വിദൂരമായൊരു സ്വപ്നമാണ് അവർക്ക്. അതാണ് ദേവർശല ഉസ്താദിനെ പോലെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ. അതും സത്യമാണ്. അത് ഇന്നത്തെ കാലത്ത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഉസ്താദിനെ ശരിക്കും സമ്മതിക്കുന്നതാണ്. കാരണം ആ ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലം ചെറുതൊന്നും ആയിരിക്കില്ല. ഇന്നത്തെ കാലത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 5 പവൻ സ്വർണം, 25,000 രൂപ, 2 കോടി ഡ്രസ്സ്, ഇതൊക്കെ കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. ഇന്നത്തെ സ്വർണത്തിന്റെ റേറ്റ് വെച്ചിട്ട് ഉസ്താദ് ഇപ്പോഴും ആ പണ്ട് വന്ന രീതിയിൽ ഇന്നും ആ മനുഷ്യന് തുടർന്നു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ചെറിയ വിഷയമല്ല. ആ വ്യക്തിയെ ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വിഷയം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉസ്താദിൽ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്താദ് പഠിപ്പിച്ചു വിട്ട സ്റ്റുഡൻസും അതേപോലെ ഉസ്താദിന്റെ പരിചയത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കളും ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് ഉസ്താദ് നടന്ന് പിരിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇങ്ങനെ പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. സോ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ഉസ്താദിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ഉസ്താദ് സഹായിക്കുന്ന രീതിയിൽ ഉസ്താദിനെ പിന്തുണയ്ക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ദേവർശല അബ്ദുൽസലാം മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു നമ്പർ ഉണ്ട്. അതെനിക്ക് ഉസ്താദിന്റെ നമ്പറാണെന്ന് തോന്നുന്നു. അതിൽ നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മതവും ജാതിയും ഒന്നും ഇതിൽ നോക്കണ്ട. നമ്മളൊന്ന് സഹായിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്നാൽ കഴിയുന്ന ഒരു സഹായമാണ് ഞാൻ ചെയ്തത്. ഉസ്താദിനെ നിങ്ങളിലേക്ക് അറിയിച്ചു, നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത്. പിന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ. സോ നിങ്ങളും അതേപോലെ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.